1964 ഡിസംബർ 22 ദക്ഷിണേന്ത്യയിലെ ഒരു സമുദ്രതീരത്ത് ശാന്തമായി ഉറങ്ങിയിരുന്ന ഒരു ചെറിയ പട്ടണം ഒറ്റ രാത്രി കൊണ്ട് ചരിത്രത്തിന്റെ ഇരുണ്ട അധ്യായമായി തീർന്നു. അതാണ് ധനുഷ്കോടി. ധനുഷ്കോടി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഒരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ടാണ്. എന്നാൽ ഇതിനു പിന്നിൽ ഒരു ദുരന്തത്തിന്റെ കഥ പറയാനുണ്ട്. ഇന്ന് ഒരു പ്രേത നഗരമായി അറിയപ്പെടുന്ന, എന്നാൽ ഒരിക്കൽ ജീവിതം നിറഞ്ഞു നിന്ന ഒരു തീരദേശ പട്ടണമായിരുന്നു ധനുഷ്കോടി. ഇന്നും അവിടെ എത്തുന്നവർക്ക് കടലിന്റെ കാറ്റിൽ ഒരു അസ്വസ്ഥമായ നിശബ്ദത അനുഭവപ്പെടും. കാരണം ഈ മണലിനടിയിൽ മറഞ്ഞിരിക്കുന്നത് ഒരു ദുരന്തത്തിന്റെ ഓർമ്മയാണ്. തമിഴ്നാട്ടിലെ പാമ്പൻ ദ്വീപിന്റെ തെക്കുകിഴക്കൻ അറ്റത്ത് രാമേശ്വരം നഗരത്തിന് സമീപം കടലിനിടയിൽ നീണ്ടുകിടക്കുന്ന വളരെ സങ്കുചിതമായ ഒരു ഭൂവിഭാഗത്തിലാണ് ധനുഷ്കോടി സ്ഥിതി ചെയ്യുന്നത്. ഒരു വശത്തെ ബംഗാൾ ഉൾക്കടൽ, മറ്റൊരു വശത്തെ ഇന്ത്യൻ മഹാസമുദ്രവും. ഇരു കടലുകളും ചേർന്ന് നിൽക്കുന്ന അത്യന്തം സുന്ദരമായെങ്കിലും അതേസമയം അപകട സാധ്യത നിറഞ്ഞ ഒരു പ്രദേശം. അരിച്ചൽ മുന എന്നും വിളിക്കപ്പെടുന്ന ധനുഷ്കോടി ഇന്ത്യയുടെ ലാസ്റ്റ് ലാൻഡ് പോയിന്റ് ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. ശ്രീലങ്കയിലേക്ക് പോകുന്ന യാത്രക്കാരുടെ പ്രധാന ട്രാൻസിറ്റ് കേന്ദ്രമായും വ്യാപാരപരമായും ധനുഷ്കോടിക്ക് വലിയ പ്രാധാന്യമാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് എത്താൻ ഏറ്റവും കുറഞ്ഞ കടൽ ദൂരമുള്ള സ്ഥലം രാമേശ്വരത്തിന് അടുത്തുള്ള ധനുഷ്കോടി ആയിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയും ശ്രീലങ്കയും ഒരേ ഭരണകൂടത്തിന് അടിയിലായിരുന്നു. അതിനാൽ വേഗതയുള്ള ഗതാഗത സൗകര്യം ആവശ്യമായി വന്നു. അങ്ങനെ 1914 പാമ്പൻ ബ്രിഡ്ജ് നിർമ്മിക്കപ്പെട്ടു. പിന്നീട് ട്രെയിനുകൾ പാമ്പൻ ബ്രിഡ്ജിലൂടെ നേരിട്ട് ധനുഷ്കോടി വരെ എത്തി. അവിടെ നിന്ന് ഫെറി സർവീസ് വഴി, അതായത് ചെറിയ ബോട്ടുകൾ വഴി ശ്രീലങ്കയിലേക്ക് യാത്ര ചെയ്യാൻ സാധിച്ചിരുന്നു. ആയിരക്കണക്കിന് തമിഴ് തൊഴിലാളികൾ ശ്രീലങ്കയിലെ ചായത്തോട്ടങ്ങളിലേക്ക് ജോലിക്ക് പോയിരുന്നത് ഈ മാർഗത്തിലൂടെ ആയിരുന്നു. 1964 മുമ്പ് ധനുഷ്കോടി വളരെ ആക്റ്റീവായ ആളുകൾ താമസിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ, പോസ്റ്റ് ഓഫീസ്, സ്കൂളുകൾ, അങ്ങനെ ഒരു പട്ടണത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. കടൽ തീരത്തെ ഒരു സാധാരണ പ്രദേശം എന്ന പോലെ തന്നെ മത്സ്യബന്ധനവും വ്യാപാരവുമായിരുന്നു ജനങ്ങളുടെ പ്രധാന ജീവിതോപാധി. എന്നാൽ ആരും ആലോചിച്ചില്ല ഒരു രാത്രിക്ക് ശേഷം ഈ പട്ടണം ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതാകുമെന്ന്. 1964 ഡിസംബർ 22 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ശക്തമായ ചുഴലിക്കാറ്റ് അതിഭീകരമായ വേഗതയിലാണ് തീരത്തേക്ക് നീങ്ങിയത്. മണിക്കൂറിൽ 250 മുതൽ 280 കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റും 15 മുതൽ 20 അടി വരെ ഉയരമുള്ള തിരമാലകളുമായിരുന്നു. അർദ്ധരാത്രിയോടെ ആ ചുഴലിക്കാറ്റ് ധനുഷ്കോടി തീരത്തെത്തി. അതേസമയം പാമ്പൻ ധനുഷ്കോടി പാസഞ്ചർ ട്രെയിൻ 100-ലധികം യാത്രക്കാരുമായി യാത്രയിലുമായിരുന്നു. പിന്നീട് സംഭവിച്ചത്, പെട്ടെന്ന് ഉയർന്നു വന്ന തിരമാലകൾ റെയിൽപാത മറികടന്ന് ട്രെയിനിനെ അടിച്ചു തകർത്തു. ട്രെയിൻ പാളത്തിൽ നിന്ന് തെറിച്ച് കടലിലേക്ക് വീണു. ട്രെയിനിലുണ്ടായിരുന്ന ഭൂരിഭാഗം ആളുകളും ആ രാത്രി മരണപ്പെടുകയാണ് ഉണ്ടായത്. വീടുകൾ തകർന്നു, വ്യാപാര സ്ഥാപനങ്ങൾ നശിച്ചു, 100 കണക്കിന് ആളുകൾ കാണാതാവുകയും ചെയ്തു. ഒരു രാത്രിക്കുള്ളിൽ ജീവിതം നിറഞ്ഞു നിന്ന ഒരു പട്ടണം ശൂന്യമായ അവശിഷ്ടങ്ങളായി മാറി. ദുരന്തത്തിന് ശേഷം സർക്കാർ ധനുഷ്കോടിയെ മനുഷ്യർക്ക് താമസിക്കാൻ അനുയോജ്യമല്ലാത്ത പ്രദേശം എന്ന് പ്രഖ്യാപിച്ചു. ബാക്കിയുള്ള ആളുകളെ സമീപ പ്രദേശങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. അങ്ങനെ ഔദ്യോഗികമായി ധനുഷ്കോടി ഉപേക്ഷിക്കപ്പെട്ടു. ജീവിതം അവസാനിച്ചെങ്കിലും അവിടുത്തെ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇന്നും നിലകൊള്ളുന്നുണ്ട്. ഇന്ന് ധനുഷ്കോടി വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു ചരിത്ര സ്മാരക സ്ഥലമായി മാറിയിരിക്കുകയാണ്. അവിടെ ചെന്നു കഴിഞ്ഞാൽ തകർന്ന പള്ളിയുടെ ചുമരുകളും മണലിൽ പകുതിയായി മറഞ്ഞ വീടുകളും പഴയ റെയിൽവേ പാതയുടെ അവശിഷ്ടങ്ങളുമെല്ലാം നമുക്കിന്ന് കാണാൻ സാധിക്കും. കടൽ ഇന്നും അതേപോലെ തിരമാലകൾ ഉയർത്തുന്നുണ്ട്. പക്ഷേ നഗരം തിരികെ കൈവന്നിട്ടില്ല. സൂര്യാസ്തമയ സമയത്ത് അവിടെ ഉണ്ടാകുന്ന നിശബ്ദത ആ ദുരന്തത്തിന്റെ കഥ വീണ്ടും പറയുന്നുവെന്ന് നമുക്ക് തോന്നും. ധനുഷ്കോടിയുടെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് പ്രകൃതിയുടെ ശക്തിയെ ഒരിക്കലും ചെറുതായി കാണരുത് എന്നാണ്. സാങ്കേതിക വിദ്യയും വികസനവും എത്ര മുന്നേറിയാലും പ്രകൃതിയുടെ മുന്നിൽ മനുഷ്യൻ ഇന്നും പരിമിതനാണ്. ഒരു രാത്രി മതി ഒരു നഗരം ചരിത്രമാകാൻ. ധനുഷ്കോടി ഒരു യാത്രാ കേന്ദ്രം മാത്രമല്ല, അതൊരു ഓർമ്മയാണ്, ഒരു മുന്നറിയിപ്പാണ്, ഒരു കാലഘട്ടത്തിന്റെ അവസാന അടയാളവുമാണ്. കടൽ തിരകളുടെ അലയൊലിയിൽ ആ ദുരന്തത്തിന്റെ പ്രതിധ്വനി ഇന്നും മുഴങ്ങുന്നുണ്ട്. ചരിത്രം നിശബ്ദമായാലും അത് ഒരിക്കലും മായുന്നില്ല.